എല്ലാവർക്കും സ്തുതിയാൻ സമയം ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് ഇന്ന് ഈ വേദിയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പരിശുദ്ധ സേലിയസ് മാർത്തോമ പൗരോഹിത്യ കാതോലിക്ക ബാവ, പരിശുദ്ധ സുന്നതോസിന്റെ സെക്രട്ടറി അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സെവൻസ് മെത്രാപ്പൊലീത്ത, കണ്ടനാട് ഈസ്റ്റ് കപിലാസ് മെത്രാപ്പൊലീത്ത അഭിനന്ദ ഡോക്ടർ തോമസ് മാർ അത്തനാസിയസ്, സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം ഓനാസ് എന്നിവരാണ് വേദിയിൽ. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള സഭയുടെ നിലപാടിന് മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും പ്രചരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം. അഭിനന്ദരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി ഡോക്ടർ ജോൺസ് എബ്രഹാം ഓനാസ്, മാധ്യമ കൂടെ മാധ്യമ സുഹൃത്തുക്കളുമായി സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ തക്കവണ്ണം മാധ്യമ സ്നേഹിതർ ഇവിടെ ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ കടന്നു വന്നതിലുള്ള സ്നേഹവും ആദരവും ആദ്യമായിട്ട് അറിയിക്കട്ടെ. സഭയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നുമോ എന്നൊരു സംശയമുണ്ട്. മലങ്കര സഭയിലെ ദേവാലയങ്ങൾ പൂട്ടിക്കിടക്കുകയാണെന്നോ അത് തുറന്ന് കൊടുക്കണമെന്നുമുള്ള മുറവിളി പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ പിതാക്കന്മാരെ ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട്. ദേവാലയങ്ങൾ പൂട്ടിക്കുക എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ഒരു ശൈലിയല്ല. ഒരിക്കലും പൂട്ടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, പൂട്ടിച്ചിട്ടുമില്ല. ദേവാലയങ്ങൾ തുറന്നു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും മുറവിളി. പക്ഷേ അത് അർഹതയുള്ളവർക്കും ഉടമസ്ഥർക്കും വേണ്ടി അത് തുറന്നു കൊടുക്കണം എന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരുപക്ഷെ അത് ഇഷ്ടമില്ലാത്ത വിധത്തില് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏത് തർക്കത്തിലായിരുന്നാലും ആ തർക്കത്തിന് ഒരു പരിഹാരമുണ്ടാകും. ആ പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം പറയുന്നതാണ് പരിഹാരം എന്ന നിലയിൽ അത് പരിഹരിക്കുന്നതിൽ ഒരിക്കലും നീതിക്കും സത്യത്തിനും പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിലുള്ള നീതിപീഠങ്ങളുടെ കണ്ടെത്തലുകൾക്കും എതിരായി വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും കാണുന്നത്. ഇവിടെ ചില ദേവാലയങ്ങൾ പൊട്ടിക്കിടക്കുന്നുണ്ട്. അവിടെ നേരത്തെ ആരാധന ഉണ്ടായിരുന്നതാണ്. ആ ആരാധന ഉണ്ടായിരുന്നിടത്ത് ചില അക്രമഭാവങ്ങൾ അഴിച്ചുവിട്ട് അത് പൂട്ടുവാൻ തക്കവണ്ണം ഒരവസരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരിക്കലും ഓർത്തഡോക്സ് വിഭാഗമല്ല. ഞങ്ങൾ ആ വിധത്തിലുള്ള രീതികൾ ഒരിക്കലും സ്വീകരിക്കാറില്ല. ഗവൺമെന്റിനോടും അതുപോലെ തന്നെ സമൂഹത്തോടൊക്കെ പറയാനുള്ളത്, തർക്കങ്ങൾ ഉണ്ടാകുന്നിടത്ത് തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അത് ഏത് സംഘടനയായിരുന്നാലും സഭയായിരുന്നാലും അതിൻ്റെ നിയമപരമായ ഒരു വഴികളിലൂടെ മാത്രമേ പോകാവൂ എന്നുള്ളതാണ്. അതല്ലാത്ത വിധത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥത ഇല്ലാത്തവർക്ക് അവിടെ ഉടമസ്ഥത ഉണ്ടെന്ന ഭാവത്തില് ദേവാലയങ്ങൾ തുറന്ന് ഉടമസ്ഥത ഇല്ലാത്തവർക്ക് അത് തുറന്നു കൊടുക്കണമെന്ന് പറയുന്ന ആശയത്തോട് ഈ ജോലി കൊണ്ടുതാനും ഈ പ്രത്യേകിച്ച് വടക്കൻ എറണാകുളം ജില്ലയിലെ കണ്ടനാട്, അങ്കമാലി, കൊച്ചി, രുദ്രാസനങ്ങളിലൊക്കെ ഈ വിഷയങ്ങളുണ്ട്. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഇതെല്ലാം തുറക്കുകയും തുറന്ന് അതിൻ്റെ അർഹതയുള്ള ഉടമസ്ഥ അവകാശമുള്ളവർക്ക് ആരാധന അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകുകയും ചെയ്യണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അത് നേരത്തെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ആവർത്തനം പോലെ തോന്നുമോ എന്നുള്ളത്. തുടർച്ചയായി ഇങ്ങനെ ഓർത്തഡോക്സ് സഭ ദേവാലയങ്ങൾ പൂട്ടുന്നു, ആരാധനയ്ക്ക് അവസരം തരാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും മാധ്യമങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഏതെങ്കിലും വിധത്തിലെ അവകാശങ്ങൾ, അനർഹമായ അവകാശങ്ങൾ കൈവശപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. ഇത് ഈ ആശയം ഒന്ന് പങ്കുവെക്കാൻ തക്കവണ്ണമാണ് ഞങ്ങളുടെ ഇപ്പോൾ പത്ര സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ച് ഞാൻ ലാഭകവാക്കിലൂടെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഓർത്തഡോക്സ് സഭ സഹകരിക്കുന്നില്ലെന്നാണ് യാക്കോബ സഭ പറയുന്നത്. ഏത് മധ്യസ്ഥ ശ്രമത്തിനാണ് സഹകരിക്കാതിരുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഇവിടെ 1995 സുപ്രീം കോടതി വിധിക്ക് ശേഷം സുപ്രീം കോടതി തന്നെ അസോസിയേഷൻ നടത്തിയതിന് ഒരു മധ്യസ്ഥനെ നിശ്ചയിച്ചു. ഇരു കക്ഷികളും സമ്മതിച്ച ഒരു മധ്യസ്ഥൻ ജസ്റ്റിസ് മളിമൺ, അദ്ദേഹം വന്ന് മധ്യസ്ഥനായിരുന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചപ്പോൾ ആരാണ് ആ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് പുറകോട്ട് പോയത്? അതിനുശേഷം എറണാകുളം ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കോലഞ്ചേരി പള്ളി പ്രശ്നത്തിനും മാമലശ്ശേരി പള്ളി പ്രശ്നത്തിനും ജുഡീഷ്യൽ മീഡിയേഷൻ നടക്കുകയുണ്ടായി. അവിടെ എല്ലാം ഓർത്തഡോക്സ് സഭ സഹകരിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ പത്രികർക്കീസ് വിഭാഗത്തിന്റെ കടുംപിടുത്തം മാത്രമാണ് യാതൊരു അനുരഞ്ജനത്തിനും സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്ന് ചാടിക്കുന്നത്. കാരണം ഓർത്തഡോക്സ് സഭയിലെ വൈദികർ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധന നടത്തിയിരുന്ന പള്ളികളിൽ അക്രമം ഉണ്ടാക്കിയിട്ട് ആ പള്ളി പൂട്ടിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഇരുവിഭാഗത്തിനും മൂഴം വെച്ച് ആ പള്ളി തുറക്കണം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കടമുണ്ടോ? പൂർണ്ണമായിട്ട് മാമലശ്ശേരി പള്ളി പൂർണ്ണമായിട്ട് ഓർത്തഡോക്സ് സഭയിലെ വൈദികർ ആരാധന നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ ആരാധനയിൽ 10 വർഷത്തോളം ഇന്ന് ഈ പറയുന്ന പത്രികർക്കീസ് വിഭാഗത്തിലെ ആളുകളും ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകളും ഒരുമിച്ച് സംബന്ധിച്ചു. ഇരുവരുടെയും കുഞ്ഞുങ്ങളെ ഈ വൈദികർ തന്നെ മാമോദിസ മുക്കി, ഇരുവരുടെയും കുഞ്ഞുങ്ങളുടെ വിവാഹം അവർ തന്നെ നടത്തി. എല്ലാ ഞായറാഴ്ചയിലും അവർ കുർബാന അർപ്പിച്ചു. അതിലെല്ലാം എല്ലാവരും വന്ന് സംബന്ധിച്ചു. പിന്നെ 2008 ആയപ്പോൾ ഞങ്ങൾക്കിത് ശരിയല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങി. കഴിഞ്ഞ മെയ് മാസത്തിൽ ആ പള്ളി പൂട്ടിച്ചു. പള്ളി പൂട്ടിച്ചിട്ട് 6 മാസത്തോളം അതിന് മുമ്പില് പ്രാർത്ഥനായജ്ഞമാണെന്നും പറഞ്ഞ് ഇരുന്നു. അവിടെ ഒരാരാധനയും നടത്താൻ സമ്മതിക്കാതെ. അതിനുശേഷം ഇപ്പോൾ 2 വിഭാഗത്തിന് മുഴുവൻ വെച്ച് ആ പള്ളി തുറക്കണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? ആ പള്ളി തുറക്കാം. പള്ളി തുറക്കണമെങ്കിൽ സ്റ്റാറ്റസ് കോയിലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പൂട്ടിയപ്പോൾ എന്ത് സ്റ്റാറ്റസ് കോ ഉണ്ടായിരുന്നോ അതിലേക്കല്ലേ തിരിച്ചു പോകേണ്ടത്. അതിന് സമ്മതിക്കാതെ അനാവശ്യമായി ബഹളം ഉണ്ടാക്കി പള്ളി പൂട്ടിച്ചിട്ട് 2 പേർക്കും മുഴുവൻ വേണമെന്ന് പറയുന്നത് യാതൊരു ന്യായീകരണവും ഞങ്ങൾ കാണുന്നില്ല. യാക്കോബായ സഭ ഒരു തീവ്രവാദ മതപ്രസ്ഥാനമെന്നാണ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ വിശേഷിപ്പിക്കാൻ? തീവ്രവാദം എന്ന് പറയുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സമാധാന അന്തരീക്ഷത്തിൽ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നടന്നിരിക്കുന്നിടത്ത് അട്ടിമറികൾ നടത്തി അവിടെ പ്രശ്നവും പ്രതിസന്ധിയും സൃഷ്ടിച്ച് പള്ളി പൊട്ടിച്ച ഒരു സാഹചര്യമുണ്ട്. വ്യക്തിപരമായി ഇടവകാംഗങ്ങളെ മർദ്ദിക്കുന്ന കേസുകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ടി.എം. വർഗീസിനെ പോലെയുള്ള സമുദായ സ്നേഹികളെ നടു റോട്ടിൽ വെച്ച് വെട്ടിക്കൊന്നതിൻ്റെ ഉത്തരവാദിത്വവും യാക്കോബായ സഭയ്ക്കാണ് എന്ന് ജുഡീഷ്യറി ഉൾപ്പെടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു തീവ്രവാദ മതപ്രസ്ഥാനമായിട്ട് മാറുന്നു എന്നത് ഞങ്ങളൊരു അടിസ്ഥാനപരമായ നിരീക്ഷണം. അനൂപ് ജേക്കബ് ഏത് രീതിയിലാണ്? അനൂപ് ജേക്കബ് പല പള്ളികളിലും, അതായത് പ്രശ്നം ഉള്ള പള്ളികളിൽ, കൂട്ടിക്കിടക്കുന്ന പള്ളികളുടെ സന്ദർശിക്കുകയും അവിടെ ആ പള്ളികളിൽ പത്രികർക്കീസ് വിഭാഗത്തിന് അനുകൂലമായ എന്ത് പിന്തുണയും ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാനുള്ള ക്രമീകരണം ഉണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെ അദ്ദേഹം പലപ്പോഴും മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് അങ്ങനെ മറ്റ് പല വകുപ്പുകളും മന്ത്രിമാരുണ്ട്. അവർ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ ഗൗരവമായിട്ട് തന്നെ അത് പരിഗണിക്കാറുണ്ട്. ഇപ്പോൾ ചർച്ചകളൊന്നും നടന്നതായിട്ട് അറിവില്ല.
സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ ഓർത്തഡോക്സ് സഭ എന്നും സഹകരിച്ചിട്ടേ ഉള്ളൂ. കോലഞ്ചേരി പള്ളിയിലെ പ്രശ്നം തീർക്കുന്നതിന് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചു. മന്ത്രിസഭാ ഉപസമിതി ഒരു 10 പ്രാവശ്യമെങ്കിലും രണ്ടു കൂട്ടരുമായിട്ട് മാറി മാറി ഒരുമിച്ചിരുന്നും തന്നെയും ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിലെല്ലാം അവസാനം വരെയും ഓർത്തഡോക്സ് സഭ സഹകരിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഗവൺമെന്റ് ഈ പ്രശ്നം തീർക്കാനായിട്ട് ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ സഭ സഹകരിക്കുക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടി സർക്കാരിന് ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി കിട്ടുമോ എന്നത് അതിന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. യു.ഡി.എഫ് സർക്കാർ ഭരണത്തിൽ വന്ന ശേഷമാണ് 4-5 പള്ളികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പ്രശ്നം പരിഹരിക്കും ന്യായമായിട്ട് എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. അവർ പറയുന്നത് നിവൃത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ നീതി കിട്ടാം. അതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ഒന്നും തന്നെ പറയുന്നില്ല. ഈ എറണാകുളം ജില്ലയിലാണ് കൂടുതലും ഈ സഭാതർക്കം നിലനിൽക്കുന്ന കൂടുതൽ പള്ളികളുള്ളത്. എന്തുകൊണ്ടാണ് ഈ എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഇതിനകത്തുണ്ടോ? എറണാകുളം ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ വേണ്ട വിധം ശരിയായിട്ട് നീതിപൂർവ്വം ഇടപെടുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല. കാരണം പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമം നടത്തുകയും ഈ ശ്രമങ്ങളുടെ നടുവിൽ വെച്ച് അവർ അനീതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളികളെല്ലാം ഇന്നും കൂട്ടപ്പെട്ട നിലയിൽ കിടക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം. ഈ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സഭാതർക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എൽ.ഡി.എഫ് സർക്കാർ ഭരിക്കുമ്പോഴും അന്ന് എസ് ശർമ്മയ്ക്കെതിരെയായിരുന്നു സഭയുടെ പ്രധാന ആക്ഷേപം. ഇപ്പം അനൂപ് ജേക്കബിനെതിരെ. എന്താണ് ഈ മറ്റ് ആരും ഓർത്തഡോക്സ് സഭ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല? എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ഇതിനുള്ളിൽ നീതി നടത്തുന്നതിനുള്ള ഒരു ശ്രമം വേണ്ട വിധം സർക്കാരിൽ നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭ സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ അടുത്ത 1-2 വർഷങ്ങളിൽ ഈ പള്ളികൾ ഒന്നിനു പിറകെ ഒന്നായി കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് വേണ്ട വിധം നീതിപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമം നടക്കുന്നില്ല എന്നൊരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികൾ നടപ്പിലാക്കി കിട്ടുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്നലെ പാത്രിക്കേസ് സഭ, അതായത് യാക്കോബായ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കുക എന്നതാണ്. അപ്പൊ ഞങ്ങൾ 2 കൂട്ടരും കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ ഗവൺമെന്റിന് വളരെ എളുപ്പമാണ്. അതാണ് ഞങ്ങൾ ഈ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതി വിധികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് ക്രമീകരണം ചെയ്യുക. അതിന് സത്യത്തിൽ ഒരു ഒത്തുതീർപ്പിന്റെ പോലും ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായ കോടതി വിധികൾ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറൽ മുതലായ ആൾക്കാരോട് ആലോചിച്ചിട്ട് അതിന്റെ വസ്തുതയും ഉള്ളടക്കവും മനസ്സിലാക്കി അത് നടപ്പിലാക്കി തരേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളോടോ അവരോടോ ആലോചിക്കേണ്ട പോലും കാര്യമില്ല. പ്രത്യേകിച്ച് 2 കൂട്ടരും അതിന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ യാക്കോബ സഭ ഈ അടുത്ത സമയങ്ങളിൽ മറ്റ് സമുദായ നേതാക്കന്മാരെ പോയി കാണുകയും ചെയ്തു. അപ്പം ഓർത്തഡോക്സ് സഭ അങ്ങനെ ഒരു നീക്കം എന്താ? മറ്റ് സമുദായ നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾക്ക് താരതമ്യേന നല്ല ബന്ധം തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് ഉള്ള ഒരു നിരീക്ഷണം അവരെ പോയി ഇവർ ഈ വസ്തുതകൾ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. പിന്നീട് ഞങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സാഹചര്യങ്ങൾ അവർക്കും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ പേരിൽ വന്ന പ്രസ്താവനകൾ അവർ നടത്തിയതല്ല. അവരെ കണ്ട ശേഷം യാക്കോബായ സഭയുടെ നേതാക്കന്മാർ നടത്തിയ പ്രഖ്യാപനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഭയുടെ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു കൂട്ടം ആൾക്കാർ പിരിഞ്ഞു പോവുകയും അവർ മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ മാതൃ പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും അവകാശമുള്ളതായിട്ട് ആരും സമ്മതിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് അത് തന്നെയാണ്. 1995 കോടതി വിധിയിൽ ഇരു കൂട്ടരും യോജിച്ചു പോകാനുള്ള ഒരു ക്രമീകരണം കോടതി വിധി ഉണ്ടാക്കിയപ്പോൾ അത് നിഷേധിച്ച് കോടതി വിധി ലംഘിച്ച് പുറത്തു പോയ ഒരു പുതിയ സഭ 2002 രൂപം കൊടുത്തിട്ട് ആ സഭയ്ക്ക് മലങ്കര സഭയിലുള്ള അവകാശങ്ങൾ സ്ഥാപിക്കുവാനുള്ള ശ്രമം അതിന് നീതീകരണമില്ല. അതിനകത്ത് അവർക്ക് ഇതുവരെയും ഒരു പള്ളിയെങ്കിലും ഈ പുതിയ സഭയുടേതാണെന്ന് സ്ഥാപിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഈ കോടതി വിധികൾ നടപ്പിലാക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങളുടെ വ്യക്തമായ ധാരണയാണ്. അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രശ്നം എളുപ്പത്തിൽ തന്നെ പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഞങ്ങളുടെ ചിന്ത. ഇതിനുവേണ്ടി പ്രത്യേക സമരമാർഗം വല്ലതും സ്വീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ
ഇപ്പൊ ഇന്നലെ യാക്കോബ സഭ അവരുടെ ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു, ഈ കോടതി വിധികൾ നടപ്പാക്കണമെന്നോ ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തായാലും പുതിയൊരു പ്ലാൻ? ഇത് സമരമാർഗം എന്നത് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ ഈ കാര്യം ഈ പ്രബുദ്ധരായ കേരള ജനസമൂഹത്തെ അറിയിക്കുക, പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഒരു പ്രത്യേക താല്പര്യമാണ് ഇവിടെ ഉള്ളത്. അതായത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും ലാഘവം കാണിക്കാതെ നീതി നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഇവിടുത്തെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവർ നടത്തുന്ന ഈ പ്രചരണം ശരിയല്ല എന്ന് തിരിച്ചറിയുക. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ യഥാർത്ഥ സംഗതിയുടെ ഉള്ളടക്കം, അതിന്റെ നേരെ എന്താണെന്ന് തിരിച്ചറിയുക. ഇതെല്ലാം ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു താല്പര്യം എന്ന് പറയുന്നത്. കോലഞ്ചേരി പള്ളിയുടെ തർക്കം പരിഹരിക്കാൻ വേണ്ടി മധ്യസ്ഥ സമിതി നിരവധി ചർച്ചകളാണ്. ഈ ചർച്ചയ്ക്കൊടുവിൽ ഈ യാക്കോബ സഭയ്ക്ക് ഇത്ര കോടി രൂപയും ഇത്ര സ്ഥലവും കൊടുക്കാമെന്നൊക്കെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കിയതാണെന്ന് പുറത്ത് പറയുന്നത്. അതൊന്ന് വിശദീകരിക്കാമോ ഈ സംബന്ധിച്ച്? ഈ കോലഞ്ചേരി പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓർത്തഡോക്സ് സഭ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ് എന്ന് വളരെ നിർബന്ധമുണ്ടായപ്പോൾ വളരെ പൗരാണികമായ ഒരു പള്ളി പൂട്ടപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുകയും തന്നെ 10,000 വീട്ടുകാർ പള്ളി പൂട്ടിയ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ അത് തുറന്നു കിട്ടുന്നതിന് വേണ്ടി വളരെ ഭൗതികമായ കുറെ നഷ്ടങ്ങൾ സഹിച്ചാലും പള്ളി തുറക്കുന്നതിന് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചതാണ്. ഓരോ പ്രാവശ്യവും പറഞ്ഞ കണ്ടീഷൻസ് അംഗീകരിക്കുകയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ചർച്ചയ്ക്ക് അർത്ഥമില്ലാതായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം ഇതിനകത്തുണ്ട്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വളരെ ഗൗരവമായ ഒരു സമീപനം ഓർത്തഡോക്സ് സഭ എന്നും കൈക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ അത് വേണ്ടതും ഗൗരവമല്ലാത്ത രീതിയിൽ പ്രശ്നം കണ്ടതുകൊണ്ടാണ്, പാത്രിയാർക്കീസ് സഭ അത് കണ്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായി തീർന്നതെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. യാക്കോബായ സഭയുടെ ഈ പുതിയ സമര രീതിയോട് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരമടക്കമുള്ള അത് ഓരോരുത്തരും അവരുടെ സംസ്കാരം അനുസരിച്ചുള്ള സമരമുറകൾ നടത്തുന്നതനുസരിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല, നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണെന്നാണ്. ഓർത്തഡോക്സ് സഭയും ഇതേപോലെ തന്നെ ഒരു ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പൊ അതും നമ്മുടെ ഒരു സംസ്കാരമായിട്ട് സഭയുടെ വളരെ നേതൃത്വത്തിൽ ഉള്ള ആൾക്കാർ ആണ് അവിടെ പോയി ഇന്നലെ ചെയ്തത്. ജനങ്ങൾ സംഘടിച്ച കൊണ്ടൊരിക്കൽ അവിടെ ഉണ്ടായ സാഹചര്യത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു യോഗത്തിൽ കല്ലേറ് നടത്തുകയും പ്രകോപനപരമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് കോടതി വിധികളെല്ലാം അനുകൂലമായിരിക്കും. എന്തുകൊണ്ടാണ് സർക്കാർ നടപ്പാക്കാത്തത്? അതായത് ശരി വോട്ട് ബാങ്കിന്റെ പ്രശ്നമാണ്. സർക്കാർ നടപ്പിലാക്കാത്തത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. വോട്ടിന്റെ യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയെ ആദരിക്കുന്ന ഒരു സർക്കാരിന് ഈ കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ഉള്ളതാണ്. അവര് അത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവര് അതിന് മൗനം ദീക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ഉത്തരം തരാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടിസ്ഥാനപരമായ ജുഡീഷ്യറിയുടെ ഒരു ആദരവ് കുറവാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു നയപരമായ തീരുമാനമായിട്ട് സർക്കാർ എടുക്കുകയാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആരും ഇവിടെ എതിർപ്പുണ്ടാവുകയില്ല. സത്യത്തിൽ ഞങ്ങൾ ഇന്നും ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ്. എക്സിക്യൂട്ടീവ്, അതായത് ഒരു ഭരണ സംവിധാനം ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ അതെന്താണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എതിർപ്പ് ഉണ്ടാവുക സാധ്യമല്ല. കാരണം അത് ഒരു നീതിയുടെ ഒരു നിർവഹണമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമോ അത് വേണ്ട വിധം ഗൗരവമായി എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രശ്നം മുതലെടുക്കുവാനായിട്ട് പലരും ശ്രമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ പള്ളികൾ തോറുള്ള ബഹളം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് പല പള്ളികളിലും കോടതി വിധി വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പോത്താനിക്കാട് പള്ളിയിൽ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്തൊരു പള്ളിയാണ്. കണ്യാട്ട് നിരപ്പ് പള്ളിയിൽ മുമ്പേ തന്നെ ഈ പള്ളി കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്തതാണ്. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും
കാര്യം നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാരിലായാലും പ്രതിപക്ഷത്തിലായാലും യാക്കോബായ സഭയ്ക്ക് നിർണായകമായ സ്വാധീനം. നേരത്തെ ടീമിലേക്ക് മന്ത്രിയാകുന്ന അനൂപായാലും DC ചാക്കോ അതുപോലെ ടീമിലുള്ള ചില നേതാക്കന്മാരെ ഷെഡലിയ കമാൻഡർ പദവികളെല്ലാം നൽകിയിട്ടുണ്ട്. യാക്കോബായ സഭ ഓരോ പ്രതിഷേധവും ഇതുപോലെ ഉപവാസവും നൽകുമ്പോൾ വളരെ പരസ്യമായിട്ട് അവർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാക്കന്മാർ ഇല്ല. ഇത് സഭയുടെ ഒരു വീഴ്ചയും അതിന്റെ സമ്മർദ്ദ ശക്തിയാകാൻ കഴിയാത്തത് എഴുതുകയാണ്. രാഷ്ട്രീയത്തിൽ സഭയ്ക്ക് സമ്മർദ്ദ ശക്തിയാവാൻ കഴിയാത്തത് അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഈ എറണാകുളം ജില്ലയിലെ ഒരു പ്രത്യേക സാഹചര്യം, കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ ജില്ലയിലുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു സമ്മർദ്ദത്തിന് വിധേയമായി പ്രത്യേകിച്ച് ഒരു തൂക്കു മന്ത്രിസഭ എന്ന രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടേതായ സ്വാധീനം സർക്കാരിൽ നടത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതാണ് ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാരണമായിട്ട് സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് MLA-മാരെ ഒരു സപ്പോർട്ട് കുറവുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ മറുപടി പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു താത്വികമായ നിലപാടിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനം സർക്കാർ എടുക്കാത്തത് കൊണ്ടാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഓർത്തഡോക്സുകാരനായ കേരളം ഭരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അർഹമായ നീതി ലഭിക്കേണ്ടതല്ല. അത് പറ്റി പറഞ്ഞാൽ ഒരു ഓർത്തഡോക്സുകാരനോ അല്ലാത്തയാളോ എന്നുള്ള ഒരു വ്യത്യാസം അവിടെ കാണേണ്ട ഒരു കാര്യമില്ല. മറുഭാഗത്ത് ഉള്ള ആൾക്കാര് അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ശരിയാണ്. അവരുടെ സഭയ്ക്ക് വേണ്ടി അവര് രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ആ തരത്തിൽ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം തന്റെ സഭയുടെ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജുഡീഷ്യൽ ഒരു തീരുമാനം ആദരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള താത്വികമായ നിലപാട് എടുത്താൽ, ഒരു നയപരമായ നിലപാട് എടുത്താൽ ഈ പ്രശ്നം പരിഹാരം കണ്ടെത്തുമായിരുന്നു. അതെന്താണ് എടുക്കാത്തത് എന്ന് പറയാൻ ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ പാർലമെന്റിലേക്ക് ചില ആൾക്കാർ പേര് നിർദ്ദേശിച്ചു. എന്നാൽ അത് ആ നിർദ്ദേശ പേരുകളൊന്നും അവിടെ അംഗീകരിക്കപ്പെടുന്നു. പക്ഷേ യാക്കോബായ സഭ നിർദ്ദേശിച്ച ആൾക്കാർ വഴിയില്ല. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്തായിരിക്കും സഭയുടെ ഒരു നിലപാട്? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിവില്ല ഇങ്ങനെ ഏതെങ്കിലും പേരുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുത്തതായിട്ട്. അടുത്ത പ്രാവശ്യം അത്തരത്തിൽ കൊടുക്കുന്നു എന്ന് ഞങ്ങൾക്കൊരു ആലോചനയില്ല. സാധാരണഗതിയിൽ എല്ലാ പാർട്ടികളും ആ പാർട്ടികളുടെ ഒരു മുതിർന്ന നേതാക്കന്മാരെ MLA-മാരായിട്ട് MP-മാരായിട്ട് നിർത്തുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്. അതിൽ കാര്യമായ രീതിയിൽ സഭ ഇടപെടാറുണ്ട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല. യാക്കോബായ വിഭാഗവും കോടതി മാനിക്കാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ കോടതി വിധി ഇങ്ങനെ ഒരു ചർച്ച സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമായിട്ട് സംഭവിക്കാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കോടതി വിധി നടപ്പിലാക്കുന്നത് ഇന്ന് പേപ്പറിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് അതാണ്. കോടതി വിധി നടപ്പിലാക്കുവാൻ കേരള ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നതാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ എന്നുമുള്ള പ്രശ്നം. അപ്പോൾ രണ്ട് കക്ഷികളും ഇക്കാര്യത്തിൽ, അതായത് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഇക്കാര്യത്തിൽ ഒരേ പരാതി അല്ലെങ്കിൽ ആക്ഷേപം ഗവൺമെന്റിന് മുമ്പിൽ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് ഈ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് എളുപ്പമുള്ളതും ഋജുവായിട്ടുള്ള മാർഗമെന്ന് ഞങ്ങളുടെ വിലയിരുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഗവൺമെന്റ് ഒരു ഈ പ്രശ്നം സമാധാന മാർഗത്തിൽ കൂടി നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ തീർക്കുവാനുള്ള ശ്രമത്തിലെല്ലാം ഞങ്ങൾ ക്രിയാത്മകമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും സഹകരിക്കും. അച്ഛൻ തന്നെ പറഞ്ഞു, കോലഞ്ചേരി പള്ളിയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ സഹകരിക്കാത്തതുകൊണ്ടല്ല, അഭിപ്രായങ്ങൾക്ക് സ്ഥിരതയില്ലാതെ അവിടെ നിന്ന് ഓരോ ദിവസവും മാറി മാറി അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരിടത്തും എത്താതെ വന്നതുകൊണ്ടും
ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രശ്നം തീർക്കാൻ ഗവൺമെന്റ് സാധിക്കാത്തതുകൊണ്ടും ഉണ്ടായ പ്രശ്നമാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതിന്റെ ചട്ടക്കൂട്ടിലും ഈ പ്രശ്നം തീർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം തീരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും സഭയിലെ ഒരു മെത്രാപ്പൊലീത്ത അന്വേഷിക്കാൻ തയ്യാറായി സന്ദർശിച്ചെന്നും അവിടെ പ്രാർത്ഥന നടത്തിയെന്നൊക്കെ പറയുന്നു. അത് സഭയുടെ അറിവോടുകൂടിയാണോ? ആണെങ്കിൽ അത് വ്യക്തിപരമായ നിലയിൽ നടത്തുന്ന സന്ദർശനങ്ങൾ എന്നുള്ളതല്ലാതെ അതിനൊരു ഔദ്യോഗിക തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം രണ്ട് ചേരികളായി നിൽക്കുന്നുവെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും ഇവിടെയും സുഹൃത്തുക്കളുള്ള അനേകം ആളുകളുണ്ടാകാം, വ്യക്തിപരമായിട്ട് സുഹൃത്തുക്കൾ. അവരെ സന്ദർശിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാണുന്ന ഒരു പേഴ്സണൽ അഫെയർ ആയിട്ടല്ലാതെ ഔദ്യോഗികമായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സഹോദര സംഘടനകൾ സമുദായങ്ങൾ തമ്മിലുള്ള ഇതര സമുദായങ്ങൾക്കിടയിലും മറ്റ് ക്രൈസ്തവർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും രണ്ട് സഭകളെക്കുറിച്ച് ഒരു അവമതിക്കുള്ള ഒരു മതിപ്പ് കുറയുന്നതിനെ ഇടയായിരുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി പരിഹരിക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച? അത് തന്നെയാണല്ലോ കോലഞ്ചേരി തന്നെ ഉത്തമ ഉദാഹരണമാണല്ലോ. അങ്ങേയറ്റം, അതായത് പരിപൂർണമായിട്ട് ആ പള്ളി അതിന്റെ സകല നിയന്ത്രണവും സകല സ്വത്തുക്കളും അക്കമിട്ട് പറഞ്ഞ് കോടതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധിച്ചപ്പോഴും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീരണം എന്നുള്ളതായ ഒരു ലക്ഷ്യത്തോടെ അനേകം വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറായതാണ്. പക്ഷേ ഇന്നത്തെ കാര്യം തീർന്നില്ല. കോലഞ്ചേരി പള്ളി പ്രശ്നത്തിൽ മുമ്പ് നടത്തിയ സമരങ്ങൾ പൂർവാധികം ശക്തി പ്രാപിച്ച് എല്ലാ വിശ്വാസികളും കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഒരു ദിവസം സമരം പിൻവലിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതുവരെ ഒരു പ്രശ്നം പരിഹാരം ഉണ്ടായിട്ടില്ല. വിശ്വാസികൾക്കിടയിൽ ഇതൊരു സഭയുടെ ഇമേജ് കുറച്ച് കാണുകയും ഒരു വിശ്വാസക്കുറവ് സമ്പാദിക്കുകയും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഒരു വഴക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉത്തമമായിട്ടുള്ള അവസ്ഥയല്ല. എല്ലാവർക്കും അറിയാവുന്ന സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പരിഹരിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ പാർട്ടികൾക്ക് വിഭാഗം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു, എന്തു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. ഞാൻ ഈ പ്രശ്നം തീർന്നു. രണ്ടുപേരും അതിലൊരു തർക്കമുള്ളപ്പോൾ ഒരു വിഭാഗം എന്ത് വിട്ടുവീഴ്ചയ്ക്കും യഥാർത്ഥത്തിൽ തയ്യാറാണെങ്കിൽ പിന്നെ എവിടെയാ പ്രശ്നം തീർന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്നതല്ലാതെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് മാധ്യമങ്ങളിൽ കൂടെ വലിയ അക്ഷരത്തിൽ വിളിച്ച് പറയുന്നതല്ലാതെ കാര്യത്തോട് അടുക്കുമ്പോൾ ആവുന്നില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവരെ യഥാർത്ഥത്തിൽ തയ്യാറാകുന്നില്ല. കോലഞ്ചേരി പള്ളിയുടെ കാര്യത്തിൽ കേസ് മുഴുവനും ഞങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തത്വം പോലും അംഗീകരിച്ചുകൊണ്ട് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും പകുതി ഞങ്ങൾക്ക് വേണം. ആ തരത്തിലുള്ളതായ ഒരു സമീപനമാണ്. ഈ മലബാർ മേഖലയിലൊക്കെ അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, വീതം വെച്ച് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോലഞ്ചേരി പള്ളി പ്രശ്നം മലബാർ മേഖലയിൽ മാത്രമല്ല, കോലഞ്ചേരി പള്ളിയുടെ തൊട്ടടുത്തുള്ള വലമ്പൂർ പള്ളിയിൽ കോലഞ്ചേരി പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരു വിഭാഗങ്ങളും ഒരു യോജിപ്പിലെത്തുകയും അവിടുത്തെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ചില സ്ഥലത്ത് സാധിക്കുന്നുണ്ട്, പക്ഷേ മറ്റു ചില സ്ഥലത്ത് സാധിക്കുന്നില്ല. കാരണം ഓരോ സ്ഥലത്തും ഇൻവോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അതിന്റെ അകത്തുള്ളതായ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, പ്രാധാന്യം വ്യത്യസ്തമാണ്. കോടതി വിധികൾ മാത്രമാണോ അവസാന വാക്കെന്നുള്ളതാണ് പ്രശ്നപരിഹാരത്തിനുള്ളത്. അതിനൊരു കാരണം, അതായത് 1995 വിധി കഴിഞ്ഞിട്ട് ഓരോ പള്ളികൾക്കും അത് കോടതി വിധികൾ വീണ്ടും വന്നു. ആ സമയത്തെല്ലാം കോടതി വിധി നടപ്പാക്കുന്ന നമുക്ക് മധ്യസ്ഥ ശ്രമമായിട്ട് പറഞ്ഞു. ഓർത്തഡോക്സ് സഭ അങ്ങനെ ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറ്. ഇതുവരെ മധ്യസ്ഥ ശ്രമങ്ങൾ അനേകം നടന്നു, ഒരു മധ്യശ്രമവും വിജയിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് യാക്കോബായ സഭ പറഞ്ഞിരിക്കുന്നത് കോടതി വിധി നടത്താക്കണം. ഞങ്ങൾ ആണയിട്ട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം അവരും വീണ്ടും പറയും. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സമൂഹങ്ങളും കോടതി വിധി നടപ്പാക്കാനായിട്ടുള്ള യാക്കോബായ സഭയുടെ ആഹ്വാനം സ്വീകരിക്കണമെന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയും പറയാൻ. ഈ കോടതി വിധിയിൽ പള്ളി ഇടവകക്കാരുടേതാണെന്നുള്ള അങ്ങനെ ഒരു കോടതി വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. 1934 കോൺസ്റ്റിറ്റ്യൂഷനാണ് എല്ലാ സുപ്രീം കോടതിയും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സഭയുടെ അതെ, അത് പള്ളി ഇടവകക്കാരുടേതാണെന്നുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ അതിനകത്തില്ല. ഇതുവരെയുള്ള വിധിയിൽ ഇതുവരെ ഒരു സുപ്രീം കോടതിയിലുമില്ല, ഹൈക്കോടതിയിലുമില്ല, കീഴ്ക്കോടതിയിലും സഭയുടേതാവും ഇടവക്കാരനാണ് പള്ളി എന്നൊരു വിധി നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇതുവരെ കോടതി വിധിക്കകത്ത് പാത്രീസിനെ സുപ്രീം വേണ്ട പാത്രീസ്
വ്യത്യാസമില്ല, അത് തമ്മിൽ വ്യത്യാസം. അത് സഭയുടെ ഒന്നാമത്തെ കോടതി വിധി അംഗീകരിക്കുന്ന കൂട്ടത്തിൽ അതും അംഗീകരിക്കുമോ? ഞങ്ങളുടെ ഇന്നും കോടതിയില് പറഞ്ഞിരിക്കുന്നത് 34 ഭരണഘടനയാണ്. 34 ഭരണഘടനയില് 4 ഭാഗത്ത് അന്ത്യോക്യ പാത്രിക്കീസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 4ഉം അലങ്കര സഭ അംഗീകരിക്കുന്നു. മാത്രമല്ല, ഈ കോടതി വിധി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതിനു ശേഷവും ഇന്നും മലങ്കര സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ കുർബാനയിലും ആരാധനയിലും ഇന്നും ഒന്നാമത് ഓർക്കുന്നത് അന്ത്യോക്യ പാത്രിക്കീസ്. പേരോർത്ത് പ്രാർത്ഥിക്കുക സിംബോളിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഒരാളുടെ പേര് ആ പ്രാർത്ഥനയിൽ വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ നോ മോർ കമ്മ്യൂണിയൻ എന്നുള്ളതാണ്. അങ്ങനെ യാതൊരു സ്നേഹബന്ധവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പേര് നീക്കം ചെയ്ത അങ്ങനെ നീക്കം ചെയ്തിട്ടുള്ളതായ അവസ്ഥയൊക്കെ സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഭരണഘടനയിൽ നൽകിയിട്ടുള്ള അധികാരാവകാശം അല്ല, കോടതി വിധി അനുസരിച്ച് സുപ്രീം കോടതിയായിട്ട് മാത്രമേ സഭ അംഗീകരിക്കുന്നുള്ളൂ. സുപ്രീം കിട്ടുന്ന ഒരു വാക്ക് കോടതി ഭരണഘടനയിലില്ല. കോടതി വിധിയിലുണ്ടല്ലോ. കോടതി വിധിയിലുമില്ല. കോടതി വിധിയിൽ സുപ്രീം കോടതി സഭയെന്നുണ്ട്. അതെ, അത് 34 ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ളതാണ് ആ വിധി. ആ 34 ഭരണഘടനയ്ക്ക് ഇല്ലാത്തതായ ഒന്ന് കോടതി അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കും 34 ഭരണ സ്വാതന്ത്ര്യമാണ്, അതനുസരിച്ച് ഭരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വിപരീതമായിരിക്കുന്ന ഒന്ന് കോടതിക്ക് എഴുതാനും പോകും. അപ്പോ കോടതി എന്ത് പറഞ്ഞിരുന്നാലും 34 ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ളതായ വീക്ഷണമാണ് കോടതിയുടെ. ഭരണഘടനയുടെ ഏറ്റവും ആദ്യം പറയുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം പാത്രികീസിന്റെ കാര്യമാണ്. അത് ഇന്ന് ഈ സഭയിലെ പ്രശ്നം തീരുകയാണെങ്കിൽ 34 ഭരണഘടന ഇരുവിഭാഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ സഭയിലെ പ്രശ്നം ഇന്ന് തീരുകയാണെങ്കിൽ പാത്രികീസിന് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അവകാശങ്ങളും നൽകാനായിട്ട് സഭ പൂർണ്ണമായിട്ടും തയ്യാറാണ്. അവകാശമല്ല, പാത്രികീസിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാം ആത്മീയ നേതാവെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭരണഘടന അനുസരിച്ചെന്ന് പറയാം. ഭരണഘടനയിൽ എന്ത് പറഞ്ഞു അതൊക്കെ 34 മുമ്പേ പാത്രികീസ് ഉള്ളതല്ലേ. 34 ഭരണഘടന ഉണ്ടാക്കി. 34 മുമ്പ് പാത്രികീസും അന്ത്യോക്യ സിംഹാസനം ഉണ്ട്. അപ്പൊ പിന്നെ 34 ഭരണഘടന അനുസരിച്ച് പാത്രികീസ് അതിനുള്ളിൽ ഭരണഘടനയ്ക്ക് പുറത്തു പറയുകയാണെങ്കിൽ പാത്രികീസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ് കാതോലിക്കൽ. അത് ഞാൻ ചോദിച്ചതല്ല, 34 ഈ ഭരണഘടന ഉണ്ടാക്കി. ഓർത്തഡോക്സ് സഭയുടെ 34 ഭരണഘടന എന്നാണ് പറയുന്നത്. പക്ഷെ 34 മുമ്പ് പാത്രികീസ് ഉണ്ട്, അന്ത്യോക്യ സിംഹാസനം ഉണ്ട്. അപ്പം പിന്നെ എങ്ങനെ 34 ഭരണഘടനയ്ക്കുള്ളിൽ അന്ത്യോക്യ സിംഹാസനം? 34 ഭരണഘടനയ്ക്ക് മുമ്പ് ഇവിടെ ഒരു സഭയുണ്ട്. ആ സഭ 34 ഭരണഘടന ഉണ്ടാക്കിയത് സാഹചര്യം ഈ പാത്രികീസുകാരാണോ? ആ സഭയിലെ മെത്രാപ്പോലീത്തമാർക്ക് കൈവപ്പ് വന്നതും അന്ത്യോക്യ എന്നുള്ള കൈവപ്പിന്റെ തുടർച്ചയായിട്ടല്ലേ വന്നത്? അന്ത്യോക്യന് പ്രത്യേകം കൈവപ്പില്ല, കൈവപ്പ് കർത്താവിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സഭയുടെ ഈ വാഴിക്കലും ചടങ്ങുകളും ഒക്കെ ഈ കാതോലിക്കായും മദ്രാച്ചന്മാർക്കും ഒക്കെ കിട്ടുന്ന കൈവപ്പും പൗരോഹിത്യവും കർത്താവിൽ നിന്നാണ്. ഒരു മെത്രാനും ഭൂമിയിലെ വെച്ച് നോക്കുമ്പോഴത്തേനും പാത്രികീസിനാണ്. ഭൂമിയിൽ എന്ത് വെച്ചാലും ഉള്ള കാര്യം പറയണമല്ലോ. മറുപടിയായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. 1958 34 ശേഷം 58 സഭയിൽ ഒരു സമാധാനം ഉണ്ടായപ്പോൾ കാതോലിക്കായും പാത്രികീസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചത് 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. സോ ഹി ഈസ് നോട്ട് ഔട്ട്സൈഡ് ദാറ്റ്. പാത്രികീസ് അതിന് പുറത്തല്ല. എല്ലാവർക്കും ഉള്ളതായ കാതോലിക്കായ്ക്കും മലങ്കര മെത്രാപ്പൊലീത്തായ്ക്കും മെത്രാപ്പൊലീത്തന്മാർക്കും സുന്നതദോസിനും സഭ എങ്ങനെ ഭരിക്കണമെന്നും വളരെ കൃത്യമായിട്ട് നിർവചനങ്ങൾ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കും. അതനുസരിച്ചുള്ളത് എല്ലാവർക്കും ലഭിക്കും. പിന്നെ പൗരോഹിത്യം എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരു പൈപ്പിൽ കൂടെ വരുന്നത് പോലെയല്ല. അപ്പസ്തോലന്മാർക്ക് പൊതുവായിട്ടുണ്ടായിരുന്നതായ ആ നൽവരങ്ങൾ അപ്പസ്തോലന്മാര് കൊടുക്കുന്നു. അത് പൊതു നൽവരമാണ്. അത് പത്രോസിന്റെ നൽവരവും തോമായുടെ നൽവരവും തമ്മില് യാതൊരു വ്യത്യാസവും എല്ലാവരും കൂടെ കൂടിയാണ് നൽവരത്തിന്റെ ബേസിലല്ലേ പോരുന്നത്. അതെ യേശുക്രിസ്തുവിൽ നിന്ന് എല്ലാം എത്ര അപ്പോസ്തലന്മാർക്കും കിട്ടി. എല്ലാ അപ്പോസ്തലന്മാരും കർത്താവ് പറയുന്നത് നിങ്ങൾ ആരുടെ പാവമോചനം കൊടുക്കുന്നിടത്ത് ഞാൻ പാവമോചനം കൊടുക്കുന്നു. കർത്താവ് അതിൽ അവരാരുമല്ല, ഒരു വ്യക്തിയല്ല. പരിമല തിരുവേനിക്ക് കൈവപ്പ് തന്നത് ഉടമ്പടി എഴുതിയിരിക്കുന്ന അന്ത്യോക്യ പാത്രികീസിന് യേശുക്രിസ്തു ആണ്. അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. കാനോനികമായിട്ട് അന്ത്യോക്യ പാത്രികീസ് കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വാഴിക്കേണ്ടത് കാതോലിക്കായാണ്.
എന്നാലും പരിപാലനത്തിന് വേണ്ടി ഉടമ്പടി ചെയ്ത് അന്തേജ പാത്രത്തിനാണല്ലോ. ഇതിനുശേഷം ഈ 17 വർഷത്തിനോടകം വിവിധ പള്ളികളെ കുറിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നു. എന്തുകൊണ്ട് ഈ വിധികളൊന്നും നടപ്പാക്കാനോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനോ കഴിയാതെ ഗവൺമെന്റും അധികാരികളും വേണ്ട വിധത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗവൺമെന്റും അധികാരികളും മാധ്യമങ്ങള് കുറ്റമായിട്ട് പറയുകയില്ല, അതൊരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷേ അതാത് കാലത്ത് ഭരിക്കുന്ന ഗവൺമെന്റുകളും അധികാരികളും ജില്ലാ ഭരണാധികാരികളായാലും ഈ കോടതി വിധികൾ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടുകൂടി ഒന്നും ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഇപ്പം അവർക്ക് എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരിക്കാം, വെളുപ്പിശാലയോ അല്ലെങ്കിൽ ശബരി വെടിവെപ്പ് നടന്ന കാര്യങ്ങൾ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ പോയതൊക്കെ ഉദാഹരണങ്ങളായിട്ട് പക്ഷേ അവർ പറയുമായിരിക്കാം. പക്ഷേ കോടതി വിധികൾ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാനായിട്ട് ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികൾ ശക്തി കാണിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരതിനുള്ള താല്പര്യം കാണിക്കുന്നുവെങ്കിൽ ഈ പ്രശ്നം തീരും. ഇപ്പോൾ ഭദ്രത സ്വഭാവവും കൂടെ അത് തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ എളുപ്പമാണെന്നുള്ളത് ഞാൻ പറയാം. അത് സഭയിൽ സമ്മർദ്ദ ശക്തിയോ വോട്ട് ബാങ്കോ ഒന്നും അല്ലാത്തതുകൊണ്ടല്ലേ വോട്ട് ബാങ്കോ ഉണ്ട്. യാക്കോബായ സഭയുടെ കാതോലിക്ക ബാബ സെക്രട്ടേറിയറ്റ് നടക്കൽ പോയി ഉപവാസം ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ അതിന്റെ നേരിട്ട് കണ്ട് അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി ഉപവാസം ഇരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ഓർത്തഡോക്സ് സഭ നടത്തിയിട്ടില്ല. ഏത് സമുദായമായാലും സംഘടനയായാലും സമ്മർദ്ദ രാഷ്ട്രീയം ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഇവിടെ യാതൊരു സമ്മർദ്ദവുമില്ലാതെ 1995 ഭരണഘടന അനുസരിച്ച് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളതായ ഉമ്മണിക്കുന്ന് പള്ളിയുടെ കോടതി വിധി നടപ്പാക്കി. ഇന്നും ആ കോടതി വിധി അനുസരിച്ച് നടക്കുന്നു. കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ കണ്യാട്ടുതെരുവ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കി അത് ഭംഗിയായിട്ട് നടക്കും. എവിടെ കോടതി വിധി നടപ്പാക്കുവാനായിട്ട് സുപ്രീം കോടതിയുടെ ആഹ്വാനം വന്ന് നടപ്പാക്കണമെന്ന് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ പറയുന്നത് കോടതി വിധി ഞങ്ങൾക്ക് വീണ്ടും പോലീസിന് ഡയറക്ഷൻ കിട്ടണമെന്നുള്ള അതിന് പോലീസ് പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ആവശ്യമില്ല കോടതി വിധി നടപ്പാക്കുവാനുള്ളത് രാജ്യത്തെ നിയമം. കാരണം ഇത് സുപ്രീം കോടതിയിലും മറ്റുള്ള വക്കീലന്മാരും ജഡ്ജിമാരും പറയുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഈ കോലഞ്ചേരി പള്ളി വിഷയത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? കോലഞ്ചേരി പള്ളി വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ 15 ദിവസത്തിനകം കോടതി വിധി നടപ്പാക്കിയിരിക്കും. അതിനുള്ളില് ചർച്ചകൾ നടന്നാലും നടന്നില്ലെങ്കിൽ ആ നടന്നു, പിന്നെ നീണ്ടുപോയി. പക്ഷെ അവിടെ സഭ അത് വീണ്ടും വിട്ടുവീഴ്ച ചെയ്ത് ഈ 15 ദിവസം എന്നുള്ളത് സഭ ആ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്ത് പിന്നെയും ആ മധ്യശ്രമം നടക്കണം ചർച്ച വേണം എന്ന് പറഞ്ഞതിന്റെ പുറകെ പോയി. ഇതുവരെ നടപ്പാക്കിയില്ല. ഇപ്പൊ നമ്മൾ ആരോടാ പറയുന്നത്? സ്വന്തം സഭയ്ക്ക് വേണ്ടി അനുകൂലമായ തീരുമാനമെടുത്തു എന്നുള്ള ഇമേജ് പോകുന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി രീതി നടപ്പാക്കുന്നതിന് സഭയ്ക്ക് അത് എന്നോടല്ലല്ലോ എന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കണ്ടേ. മുഖ്യമന്ത്രി അങ്ങനെ നടന്നോ ഇല്ലയോ എന്ന് ഞാനെങ്ങനെ പറയാം? മുഖ്യമന്ത്രിയുടെ കാര്യം എന്തോ നമ്മൾ എല്ലാ സർക്കാരിനോടും നീതി നടത്തണമെന്നാ പറയുന്നത്. നീതി നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നു. നീതി നടപ്പാക്കാതിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഷേധങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് LDF സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ട്, UDF സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ ഇന്ന് നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ സഭയിലെ ഒരു മെത്രാപ്പോലീത്ത പുതുപ്പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചത് പുതുപ്പള്ളി പള്ളിയുടെ മാമോദീസ തൊട്ടിയിൽ ഉമ്മൻചാണ്ടി മുങ്ങിയതിൽ ഞങ്ങൾ നാണം കെടുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതിലൊക്കെ ഉറച്ചു. വ്യക്തിപരമായി ഓരോരുത്തരും നടത്തുന്ന പ്രസംഗങ്ങൾക്കെല്ലാം സഭ ഉത്തരവാദിത്വം എടുക്കാൻ സഭയിലെ മെത്രാപ്പോലീത്താണെങ്കിലും അദ്ദേഹം സ്വതന്ത്രമായിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ കാര്യത്തിലും സഭ വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഒത്തിരി നമുക്ക് വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് ഈ സഭാതർക്കത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കിടയിലെ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസം സഭയുടെ പൊതുവായിട്ടില്ല. ആരെങ്കിലും വ്യക്തിപരമായ ചില സാഹചര്യങ്ങളിലോ വല്ലോ ഇമോഷണലായിട്ട് എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കാം. അതൊന്നും സഭയുടെ ഔദ്യോഗികമായ നിലപാടല്ല. ആ സാഹചര്യങ്ങൾ പ്രൊവോക്ക് ചെയ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ എന്തെങ്കിലും പ്രകാരം പറഞ്ഞാലും സഭയ്ക്ക് നേരത്തെ ഏതെങ്കിലും ഒരു സർക്കാരിനോട് പ്രത്യേകമായിരിക്കുന്ന താല്പര്യമില്ല, വിരോധവുമില്ല. അത് നിലപാട് തന്നെ സഭ തിരിക്കും. അതാ പറഞ്ഞത്. പ്രത്യേകിച്ചൊന്നും സമദൂരം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ഈ പ്രശ്നം തീരുമെന്നാണ് യാക്കോബ സഭ പറയുന്നത്.
വർഷങ്ങളോളമായി മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ തുടങ്ങി. ഇത്രയും ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടന്നല്ലോ. ഒരു കാര്യം അനുഭവിച്ചത് ഞാൻ ഒത്തിരി ഇതിൽ സംബന്ധിച്ചതുകൊണ്ട് പറയുക, ഒരു മേശയ്ക്ക് 5 മിനിറ്റിനകം മധ്യസ്ഥന്മാർ പറയും മതി 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 മതി, നമുക്കിനി വേറെ വേറെ ചർച്ച ചെയ്യാം. അല്ല, ഇതൊരു ക്രിസ്തീയ അവസ്ഥ. അതന്നെയാ വിഷയം. അതുകൊണ്ട് കോടതി വിധി നടപ്പാക്കി ഏത് സർക്കാർ ഭരിച്ചാലും, UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഓർത്തഡോക്സ് സഭ കടച്ചിലും പരിവേദനങ്ങളുമായിട്ട് നടക്കുന്ന ഒരവസ്ഥ. ഇതെന്താണ് ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രം ഒരു നീതി കിട്ടാത്തൊരവസ്ഥ? ഏത് സർക്കാരിന്റെ അടുത്തും ഓർത്തഡോക്സ് സഭയ്ക്ക് എന്നും പറയാനുള്ളത് നീതി നടപ്പാക്കണം, കോടതി വിധി നടപ്പാക്കണമെന്നാണ്. ഇത് നടപ്പാക്കാത്തിടത്തോളം കാലം ഇനിയും ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കും. അത് നടക്കുന്നിടത്തോളം കാലം ഏത് സമ്മർദ്ദ ശക്തി എന്നുള്ളതല്ല. സമ്മർദ്ദ ശക്തിയാകാൻ ഒരു വലിയ സംഘടനയൊന്നും വേണ്ട. ഒറ്റ വ്യക്തിയാണ് ഇതിന് സമ്മർദ്ദം ചെയ്യുക. ആള് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നെങ്കിൽ ആ ആളുടെ സ്വാധീനം സമൂഹത്തെ പിടിക്കും. അതുകൊണ്ട് അതിന് വലിയ സംഘടനയൊന്നും ആവശ്യമില്ല. നീതിക്ക് വേണ്ടി ഒറ്റയാൾ നിന്നാലും മതി. അതൊരു പക്ഷേ ആ നിൽക്കുന്ന നീതി കണക്കാക്കാൻ സാഹചര്യവും അതിന്റെ താല്പര്യവും ഇച്ഛാശക്തിയുമുള്ള ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ഇല്ല. അതിന്റെ ആവശ്യം നിഷേധിക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ പോകുന്നു. കോലഞ്ചേരി പള്ളി വിഷയത്തിൽ ഉമ്മൻചാണ്ടി സമയം വഞ്ചിച്ചു എന്നുള്ള ഒരു ധാരണയുണ്ട്. എഗ്രിമെന്റുകൾ പാലിച്ചില്ല, നടപ്പാക്കാം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ ക്രിസ്തീയ ആധ്യാത്മികതയ്ക്കും സഭയ്ക്കും ചില ലക്ഷ്മണ രേഖകളുണ്ട്. അത് പൂർണ്ണമായി ലംഘിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ക്രിസ്തീയ സഭ ലോകത്തിൽ ഉത്ഭവിച്ചിട്ട് 2000 വർഷങ്ങൾ പഴക്കമുണ്ട്. അന്ത്യോക്യ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത് 1876 അതിന്റെ ഈ ഘടനാപരമായ ഒരു ബന്ധം ഉണ്ടായത്. ശരിയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവര് ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തവര് ഈ രാജ്യം വിട്ടുപോയി. ഇനിയും നേരത്തെ ഭരിച്ച സർക്കാരിനോടോ രാജ്യങ്ങളോടോ നമുക്കൊരു വിധേയത്വം ഉണ്ടാകണമെന്ന് തദ്ദേശീയത ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും ആഗ്രഹിക്കുകയില്ല. 2000 വർഷം പഴക്കമുള്ള സഭയ്ക്ക് 200-250 വർഷം പഴക്കമുള്ള ഒരു വിദേശ മേധാവിത്വത്തോട് ഇനിയും അതിന് അടിമത്വം വേണമെന്ന് പറയാനായിട്ട് തദ്ദേശീയത ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് സാധിക്കുകയില്ല. പിന്നെ ഒരു രാഷ്ട്രീയക്കാര് ചിന്തിക്കുന്നത് പോലെയോ ഒരു സമൂഹം ചിന്തിക്കുന്ന പോലെയോ ഓർത്തഡോക്സ് സഭയ്ക്ക് ആധ്യാത്മികതയുടെ ലക്ഷ്മണ രേഖ ലംഘിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. യേശുക്രിസ്തുവിന് പോലും നീതി ലഭിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നീതി കിട്ടി, ലോകപ്രകാരമുള്ള നീതി കിട്ടിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ വിലപിക്കുന്നു. ശരിയാണ്, നീതി തരേണ്ടുന്ന നീതി തന്നെ മതിയാവും എന്ന് ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു 100-200 വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു വിദേശ മേധാവിത്വത്തെ ഇനിയും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ എറണാകുളം ജില്ലയിൽ മാത്രം ഉള്ള ഒരു ചെറിയ സമൂഹത്തിനെ മറ്റു പല ജില്ലകളിലുമുള്ള ഉത്തമരായ പൗരന്മാരെ, അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ലക്ഷ്മണ രേഖ, ആധ്യാത്മികതയുടെ ബാധിയിൽ ലക്ഷ്മണ രേഖ ലംഘിക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മറ്റു സമൂഹങ്ങളെ പോലെ ഞങ്ങൾക്ക് ഇത് കാര്യം ചെയ്യാൻ അറിവില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളോട് പറയുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളത് വിലക്കാനാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ആ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ഞാനും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മെത്രാപ്പോലീത്തന്മാരും വേണമെങ്കിൽ അവിടെ പോയി കിടക്കുകയോ ഉരുളുകയൊക്കെ ചെയ്യാം. പിന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചില ആവശ്യങ്ങൾ ഉണ്ട് എന്ന് യാക്കോബായ സഭയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താത്ത വിധത്തില് ഇന്ന് പറഞ്ഞ് നാളെ പറയല്ല, നാളെ പറഞ്ഞ് മറ്റന്നാൾ പറയല്ല. ഇത് ഒരു ടെൻഷൻ മെയിൻ്റനൻസ് എപ്പോഴും ആവശ്യമുണ്ട് സഭയ്ക്ക് നിലനിൽക്കാൻ തക്കവണ്ണം. അതല്ലാതെ ഒരു ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയതയുടെ ഒന്നുമല്ല. ക്രിസ്തീയ സഭയുടെ ലക്ഷ്മണ രേഖ എന്തൊക്കെയാണെന്നുള്ളത്, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയുടെ ധർമ്മം കൃത്യമായിട്ട് അതിന് നമുക്ക് അറിയാം. പക്ഷെ അതൊക്കെ മറ്റൊരാൾ ലംഘിക്കുന്നു എന്ന്
അക്കമിട്ട് വിളിച്ചു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ലംഘിക്കുന്നത് ലംഘനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാനുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ നീതി ലഭിക്കുന്നില്ല എന്നത് ഞങ്ങൾക്ക് മാത്രമല്ല, യേശുക്രിസ്തുവിന് ലോകപ്രകാരം അത് തന്നെ പറയാനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ എല്ലാവരും കൂടെ അടിച്ച് കൊല്ലുക ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നതിൽ ഞങ്ങൾ ദുഃഖിതരൊന്നുമല്ല. ലോകപ്രകാരം ഞങ്ങൾ ദുഃഖിതരും, പക്ഷെ ഞങ്ങളുടെ ജനങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധരിപ്പിച്ച് പല വിധത്തിലും അത് ലോകപ്രകാരം മുന്നേറുകയാണ്. അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും അതുപോലെ മുന്നേറാനുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആധ്യാത്മികമായ പരിശീലനത്തിന്റെ വെളിച്ചത്തിൽ ഇത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം യാക്കോബായ സഭ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ചില മാർഗങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടും കൂടിയാണ് ഒരു പക്ഷേ ഞങ്ങൾക്ക് നിരന്തരമായി തോൽവി ലഭിക്കുന്നത്. ഒരു 5-10 കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും ഞങ്ങൾക്ക് മലങ്കര സഭയിലെ നിർണായകമായ അംഗസംഖ്യ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിചാരം. പക്ഷെ അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് പറഞ്ഞാൽ ഞങ്ങളൊരു പാസീവ് പീസ്ഫുൾ ഒരു മൈൻഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ യാക്കോബായ സഭ സ്വീകരിക്കുന്ന സിദ്ധാന്തമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ പല MLA-മാർക്കും ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാനുള്ള വോട്ടേഴ്സ് ഉണ്ട്. പക്ഷെ ആ വോട്ട് ബാങ്കിലും അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ചില ധാർമ്മികമായ പ്രമാണങ്ങളുണ്ട്, ചില ലക്ഷ്മണ രേഖകളുണ്ട്. ഒരു സഭയുടെ മേലധ്യക്ഷൻ ഏതുവരെ പോകാം, എന്തൊക്കെ പറയാം, എന്ത് പറയാതിരുന്നുകൂടാ, അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ ലിഖിതവും അലിഖിതവുമായ ചില ലക്ഷ്മണ. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ സംഘടനകൾ നിങ്ങളോട് പറയുന്നത് മാത്രം. സത്യം ഞങ്ങളുടെ പക്ഷത്തുണ്ട്, നീതി ഞങ്ങളുടെ പക്ഷത്തുണ്ട്, ജുഡീഷ്യറി ഞങ്ങളുടെ പക്ഷത്തുണ്ട്. പക്ഷേ മറ്റു ചില ഭൗതികമായ ശക്തികൾ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അത് ഞങ്ങൾ പറയുന്നു. ഇത് എനിക്ക് ഇതിനെ കുറിച്ച് ആഭ്യന്തര പ്രശ്നമാണോ ആയിരിക്കും നോക്കണം. അവരുടെ ആഭ്യന്തര പ്രശ്നം എന്താണെന്ന് പോലും എനിക്കറിയാൻ പറ്റും. ആണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു മാത്രം. അവരുടെ തന്നെ ഒരാള് കഴിഞ്ഞ ദിവസം ബാബുതിരുമേനി ഒരു കാര്യം കൂടെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞല്ല, ഈ യാക്കോബായ സഭ മത തീവ്രവാദ പ്രസ്ഥാനം തന്നെയാണോ? ഈ തീവ്രവാദം എന്നുള്ള വാക്കിന് ഒത്തിരി വലിയ ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഞങ്ങൾ അങ്ങനെയുള്ള അതല്ല, ഒരു അക്രമവാസനയിലൂടെ കാര്യങ്ങൾ നേടുന്ന ഒരു നിലപാട് അവിടെ കാണുന്നു എന്ന് മാത്രമേ ആ വാക്കിന്റെ അർത്ഥം ആയിട്ട് ഇവിടെ നിർവചിക്കാനുള്ളൂ. Commitment without tolerance and tolerance without commitment. That is difference. Commitment without tolerance, in fact, തീവ്രവാദമാണ് ഏത് രംഗത്തും. അത് വിസ്തരിക്കേണ്ടതിൽ ഇത്രയും സജീവമായ പത്രസമ്മേളനത്തെ സംബന്ധിച്ച് സർവ്വതും നന്ദി പറയുന്നു. 3 സുഹൃത്തുക്കൾ ആവർത്തിച്ച് ചോദിച്ച് എഴുതി കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഒന്നുകൂടി വേദിയിലുള്ളവരുടെ മുഴുവൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിൽ അപാകതയില്ലെന്ന് തോന്നുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവായുടെ വലത്തുവശത്തിരിക്കുന്നത് സുനദോസിന്റെ സെക്രട്ടറിയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്തായുമായ ഡോക്ടർ മാത്യൂസ് മാർ സെവറിയസ് തിരുവേദിയാണ്. തിരുവേദിയുടെ ഇടതുവശത്ത് ഇരിക്കുന്നത് കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസ്യൂസ്. ഏറ്റവും ഇടതുവശത്ത് ബഹുമാന്യനായ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ജുഡീഷ്യറിയുടെയും ലെജിസ്ലേച്ചറിന്റെയും ഒക്കെ കൂടെ മാധ്യമത്തിനുമുള്ള പങ്ക് നിർവഹിക്കാൻ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് ഒരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയായി പരിഗണിക്കരുത്. സത്യവും നീതിയും എവിടെയെന്ന് പ്രചാരം നൽകാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും സഹായിക്കണം, സഹകരിക്കണം. നന്ദി, നമസ്കാരം.